ഹലോ. ഞാനാ മണിയേട്ടത്തി. എന്താ? അത് നാദ്രയുടെ നെറ്റിയിലെ മുറിവ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിളിച്ചതാ. കണ്ണിന് കൊള്ളേണ്ടത് നെറ്റി കൊണ്ടു. എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. മേലിൽ അവളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ജയദേവ, ഞാൻ നിങ്ങളെയൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി. ജയദേവന് സ്വസ്ഥമായി ജീവിക്കാൻ വിടില്ല എന്ന് പ്രതിജ്ഞ എടുത്തവരില്ലേ? അല്ല ദേവ, നീ കരുതും പോലൊന്നും അല്ല കാര്യങ്ങള്. അതൊരു ദിവസം നിനക്ക് മനസ്സിലാവും. മതി, മനസ്സിലായതൊക്കെ തന്നെ ധാരാളം. പിന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു മനോരോഗി കാവലിരിക്കലല്ല അവളുടെ ജോലി. അത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവർ ചെയ്താൽ മതി. ഇവളെ വിട്ടേക്കണം. ഹലോ മോളെ, ഞാനാ. ഷോ, കരയാതെ ഏട്ടത്തി. എന്നാലും ഇത്രയ്ക്ക് മോശമായി സംസാരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ മോളെ ജയദേവനോട് ചെയ്തത്? അവന്റെ മനസ്സിൽ ഇത്രയ്ക്ക് വെറുപ്പുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏയ്, ജേഡി അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പറഞ്ഞതായിരിക്കില്ല. എനിക്ക് അപകടം പറ്റിയ ദേഷ്യമാ. ഏട്ടത്തി അങ്ങ് ക്ഷമിച്ചേര്. ഞാൻ ക്ഷമിച്ചാൽ എന്ത്, ക്ഷമിച്ചില്ലെങ്കിൽ എന്ത്? അവൻ പറയാനുള്ളത് പറഞ്ഞു. അതും കൂടി കേൾക്കാൻ യോഗമുള്ളതുകൊണ്ട് ഞാൻ കേൾക്കുകയും ചെയ്തു. ഞാൻ വീട്ടിലേക്ക് പോവാ നാദരെ. അത് പറയാനാ വിളിച്ചത്. പോവേ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. ഞാൻ ഒറ്റയ്ക്ക് എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഗീതയോടൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കണ്ട. അപ്പൊ പിന്നെ എന്റെ വീടല്ലേ നല്ലത്. പക്ഷേ ഏട്ടത്തി, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഏട്ടത്തി ഒപ്പം തന്നെ ഉണ്ടാവണം. വീട്ടിലേക്ക് പൊയ്ക്കോളൂ. പക്ഷേ ഞാൻ എപ്പോൾ വിളിച്ചാലും വരാൻ തയ്യാറാവണം. അതൊക്കെ നീ പ്രത്യേകം പറയണോ? ആ, നിന്റെ നെറ്റിയിലെ മുറിവ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നാ വയ്ക്കട്ടെ. ശരി. ഇന്ന് കാലത്ത് മുതൽ ജേഡി വല്ലാത്ത മൂഡ് ഓഫിലാണല്ലോ. എന്തിനോടൊക്കെയുള്ള ദേഷ്യം പാവങ്ങളോട് എന്തിനാ കാണിക്കുന്നേ? ഒന്നുമില്ലെങ്കിലും മണിയെടുത്ത് വിശോട്ടന്റെ ഭാര്യയല്ലേ, എന്നിട്ടും ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് വെച്ചാല്? എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ അറിയൂ. എൻ്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നവരാരായിരുന്നാലും എന്നിൽ നിന്നും ഒരു സോഫ്റ്റ് കോർണറിനെ പ്രതീക്ഷിക്കണ്ട. അപ്പോ ബന്ധങ്ങളും കടപ്പാടുകളും ഒന്നും ഇനി ജേഡിക്കില്ലെന്നാണോ? എനിക്കിപ്പോൾ ഒരേ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, നീ. നിന്നോട് മാത്രമേ ഉള്ളൂ എനിക്ക് കടപ്പാട്. നിനക്കും അങ്ങനെ മതി. അല്ലാതെ എനിക്കിഷ്ടമില്ലാത്തവരോട് നീ കാണിക്കുന്ന ഈ അനുകമ്പയുണ്ടല്ലോ, അതെന്നെ ധിക്കരിക്കുന്നതിന് തുല്യാണ്. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ സമയം കൊടുക്കാതെയുള്ള നിന്റെ യാതൊരു സേവനം അതിന് വേണ്ട. ജേഡി എന്താ ഉദ്ദേശിക്കുന്നത്? ഭർത്താവിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് അടുക്കളയിലും അകത്തളത്തിലും മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഒരു ഭാര്യയാണോ ഞാനിപ്പോ ജേഡിയുടെ മനസ്സിൽ? അത്തരമൊരു പഴഞ്ഞൻ സ്വപ്നമായിരുന്നു എന്റെ മനസ്സിലെങ്കിൽ ഹൈദരാബാദ് പോലൊരു നഗരത്തിൽ നിന്നും കണ്ടെത്തി നിന്നെ ഞാൻ എന്റെ ജീവിത പങ്കാളിയാക്കില്ലായിരുന്നു. എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്ന് പറയുന്നത് യാഥാസ്ഥിതികത്വമാണ്. നീ പറഞ്ഞല്ലോ ഇന്ന് കാലത്ത് മുതൽ എനിക്കെന്തോ മൂഡ് ഓഫ് ഉള്ളതായി ശ്രദ്ധിച്ചെന്ന്. അതിന്റെ കാരണം തിരക്കാൻ പോലും നിനക്കിപ്പോൾ മനസ്സില്ലാതായിരിക്കുന്നു എന്നതാണ് സത്യം. അതിപ്പോ തിരക്കിട്ട് എന്തിനാ? ജേഡിയുടെ മനസ്സല്ലേ, എളുപ്പത്തിൽ ആർക്കും ഒന്നും പിടികിട്ടില്ലല്ലോ. പക്ഷെ എന്റെ ചെറിയൊരു ഭാവപ്പകർച്ച പോലും വളരെ അകലത്ത് നിന്ന് തിരിച്ചറിയാവുന്ന ഒരു കാലമുണ്ടായിരുന്നു നിനക്ക്. ഇടയ്ക്ക് നഷ്ടപ്പെട്ടെങ്കിലും വീണ്ടും ഒരു തിരിച്ചുവരവ് നിന്നിൽ ഉണ്ടാവുമെന്ന് കരുതിയ മറ്റെല്ലാം മറന്ന് നമ്മുടേത് മാത്രമായൊരു ജീവിതത്തിന് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയത്. എന്നിട്ടിപ്പോ ഇന്നത്തെ എൻ്റെ മനസ്സറിയാൻ നീ ശ്രമിച്ചില്ലെങ്കിലും ഈ ദിവസത്തിന്റെ പ്രത്യേകത നീ മറച്ചു വെക്കരുതായിരുന്നു. മറന്നതല്ല നീ എന്ന് എനിക്കറിയാം. മറ്റെന്തിനോ വേണ്ടി മനസ്സ് മാറിയാലും മറവി നിനക്കുണ്ടാവില്ല. കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇതുവരെ. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന കാര്യം നിന്നിൽ നിന്നും കേൾക്കാൻ. അത് ഞാൻ വേണ്ട, നീ മറന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വേദനിക്കും. എന്നെക്കാളും നമ്മൾ ഒന്നിച്ചുള്ള ജീവിതത്തെക്കാളും നിനക്ക് വലുത് മറ്റെന്തൊക്കെയാണെങ്കിൽ ഞാൻ തടയുന്നില്ല. പക്ഷെ ഓർക്കുക, എന്നെങ്കിലും തിരിച്ചു വരണമെന്ന് നിനക്ക് തോന്നിയാൽ ഇതേ മനസ്സുമായി ഞാനിവിടെ ഉണ്ടാവണമെന്നില്ല.
എന്നതാ മോളെ നീ കാട്ടുന്നേ? ഒപ്പം നിൽക്കുന്നത് വരെ ജെഡിയുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കുന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ ഇങ്ങനെയാണോ ചെയ്യുന്നേ? അത് അമ്മമ്മ പിരിയാനുള്ള സമയം എടുത്തു വരുമ്പോഴേക്കും വേണ്ട അമ്മമ്മ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി എന്നുള്ള കാര്യം മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നതാ. പക്ഷെ ജെഡി ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നീ അതിന്ന് മാറുന്നത് ശരിയല്ല. അത് അയാൾ മനസ്സിനെ കൂടുതൽ വിഷമിപ്പിക്കും. അതുകൊണ്ട് ഈ കല്യാണ വാർഷികം ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ആഘോഷിക്കണം. ആഘോഷിക്കാനോ? അമ്മമ്മ വെറുതെ കളി പറയല്ലേ? കളിയല്ല, കാര്യമായിട്ട് തന്നെ അമ്മാവ പറയുന്നേ. എന്നതായാലും അവസാനിപ്പിക്കാൻ പോവല്ലയോ. ജെഡിയും നീയും തമ്മിലുള്ള ജീവിതത്തിൽ സന്തോഷിക്കാൻ വകയുള്ള അവസാനത്തെ ചടങ്ങെന്ന നിലയിൽ ഇത് ആഘോഷിച്ചിട്ടേ ഉള്ളൂ കാര്യം. എൽദോ, എൽദോ, ആ എവിടെ പോയിരിക്കുക? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാലേ കൂട്ടി പറയണ്ടായോ അമ്മാമ്മേ? ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കല്യാണ വാർഷികമല്ലയോ? നമുക്കന്ന് പൊടി പിടിക്കായിരുന്നില്ലേ? ഇത്രയൊക്കെ മതിയല്ലോ. ഇത് തന്നെ നാദരമോൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. എൻ്റെ ഒരാശയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. അടുത്ത വാർഷികത്തിന് ഞാൻ ഉണ്ടായില്ലെങ്കിലും അമ്മാമ്മയൊക്കെ ഉണ്ടാവും, പക്ഷെ കല്യാണ വാർഷികം ഉണ്ടാവുമെന്നാ. അതെന്നതാ അങ്ങനെ? അല്ല, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഓരോ പോക്ക്. രണ്ടാം കല്യാണ വാർഷികം ആകുമ്പോഴത്തേക്ക് രണ്ടാളത് മറക്കില്ലേ? ആരും മറന്നിട്ടൊന്നുമില്ല എൽദോ. ജെഡി കാലത്ത് തന്നെ അത് മനസ്സിൽ വെച്ച് നാദരത് അങ്ങോട്ട് പറയുന്നു വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ നാദരത് മനഃപൂർവ്വം പറഞ്ഞില്ല. അതെ, നാദര കുഞ്ഞ് തന്നെ ഇപ്പോഴത്തെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഇനിയെങ്കിലും അമ്മാമ്മ കുഞ്ഞിനെ ഒന്ന് പറഞ്ഞു തിരുത്തിയില്ലെങ്കിൽ വലിയ അപകടം കേട്ടോ. ആ, ഓരോന്നോരോന്നായിട്ട് തിരുത്താൻ ശ്രമിക്കുമായിരുന്നോ ഞാൻ. ഇപ്പം തന്നെ കല്യാണ വാർഷികം ആഘോഷിക്കണ്ടെന്ന് അവൾ പറഞ്ഞിട്ടും ഞാനത് നടത്താൻ തീരുമാനിച്ചില്ലയോ. അതുപോലെ അവൾ വേണ്ടെന്ന് വെച്ചതൊക്കെ മെല്ലെ മെല്ലെ അവളുടെ മനസ്സിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അമ്മാമ്മ മനസ്സ് വെച്ചാൽ നടക്കും. ഇന്നത്തെ കല്യാണ വാർഷികം അതിൻ്റെ തുടക്കമായിട്ട് കണ്ടാൽ മതി. ഇനി കൊച്ചുമോടെ കൊച്ചിൻ്റെ മാമോദിസ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ അങ്ങ് തീരുമാനിക്കൂ. ഏതെങ്കിലും ഒരു കരയ്ക്ക് അവളുടെ ജീവിതം അടുപ്പിച്ചിട്ടേ ഇനി എനിക്ക് മടങ്ങാൻ പറ്റും. വേണ്ട വന്നല്ലോ. കുഞ്ഞൊന്ന് ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്നാ പണിയാ കുഞ്ഞെ കാണിച്ചത്? കല്യാണ വാർഷികമായിട്ട് ഇങ്ങനെ മിണ്ടാതെ പറയാൻ നടക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്നാ വിശേഷ ദിവസമായിട്ട് അമ്മ അമ്മയ്ക്ക് പിടിപ്പത് പണിയായി. എനിക്ക് ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞിടാനല്ലേ അറിയത്തുള്ളൂ. അതൊന്നും സാരില്ലല്ലോ, അതെല്ലാം ഞാൻ ചെയ്തോളാം. എനിക്ക് വേണ്ടിയാണല്ലോ ഇന്നത്തെ ആഘോഷം. താൻ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. എന്നാലും ഇച്ചിരി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇറച്ചിയും മീനും ഒക്കെ ആകാമായിരുന്നു. അതൊന്നും വേണ്ട. ഇന്നത്തെ ദിവസം ജെഡി ആഗ്രഹിക്കുന്നത് നല്ല ഒന്നാം തരം ഒരു സദ്യയായിരിക്കും. അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഈ അമ്മാമ്മയുടെ ഒരു കാര്യം. അമ്മാമ്മേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഇതൊക്കെ? ഇതിലെന്നതാ മോളെ പിന്നെ ഇത്ര ആലോചിക്കാൻ? ഈ സന്തോഷം എന്നാത്തിന് വേണ്ടിയുള്ളതാണ് നമ്മൾ പറഞ്ഞതല്ലയോ. എന്നാലും ആഘോഷങ്ങളും ചടങ്ങുകളും എന്നൊക്കെ പറയുമ്പോ എന്നതാ ഇതുകൊണ്ടൊക്കെ മാറിപ്പോകുന്നതാണ് നിന്റെ മനസ്സിലെ തീരുമാനമെങ്കിൽ അത് മാറിപ്പോവേണ്ടത് തന്നെയാണ്. അയ്യോ, എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ അമ്മാമ്മേ, പ്ലീസ്. എന്നതാ കുഞ്ഞെ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഏയ് ഒന്നുമില്ലായിരുന്നോ, ഞങ്ങള് വേറൊരു കാര്യം പറഞ്ഞതാ അല്ലേ അമ്മാമ്മേ? എന്നതാ അമ്മാമ്മേ പ്രശ്നം? കല്യാണ വാർഷികത്തിൽ ഒരുക്കുന്ന സദ്യ ബന്ധമൊഴിയുന്ന ചടങ്ങിന് വിളമ്പണ്ടി വരുമോ? ഇല്ല എൽദോ, അതിനല്ല മറിയം വന്നത്. ഈ ബന്ധത്തിന് 100 ആയുസ്സുണ്ടാവാനാ. താൻ പറഞ്ഞ പോലെ ഇന്നത്തെ ചടങ്ങ് അതിനൊരു തുടക്കാക്കാൻ പോവാ ഞാൻ. ജെഡി, എന്താ അത്? പാൽപ്പായസം. ഉച്ചക്കത്തെ സദ്യവട്ടങ്ങളൊക്കെ തിരക്ക് പിടിച്ചായതുകൊണ്ട് പായസം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് അമ്മാമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? നന്നായിണ്ട്. അമ്മാമ ഇപ്പൊ എന്റെ പക്ഷത്താണെന്ന് തോന്നണല്ലോ.
അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, നിനക്ക് താല്പര്യമില്ലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾ ഓരോന്നും നിന്നെക്കൊണ്ട് ചെയ്യിക്കുന്നുണ്ടല്ലോ. വിവാഹ വാർഷികത്തിന് ജേഡി ഇത്ര പ്രാധാന്യം കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറില്ല, ഇപ്പറഞ്ഞല്ലോ. ഇനിയെങ്കിലും എല്ലാ വിവാഹ വാർഷികങ്ങളും ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. പായസം കുറച്ചുകൂടി എടുക്കട്ടെ? വേണ്ട, മധുരം മനസ്സിനല്ലേ. ഇന്നത്തെ ദിവസം തന്നതിന് അമ്മാമ്മയ്ക്ക് സ്തുതി. ഇതൊരു തുടക്കമാവട്ടെ അല്ലേ എന്തിന്റെ? മധുരങ്ങളുടെ. ഈ ഒരു നിന്നെയാണോ എനിക്ക് വേണ്ടത്? ഞാൻ സ്നേഹിച്ചത്, മോഹിച്ചത് ഒക്കെ നിന്നെയാ. എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ നിന്നെ. അമ്മാമ്മയ്ക്ക് വല്ലാത്ത കാലുവേദന എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അല്പം ബാം പുരട്ടി കൊടുത്തിട്ട് പോവാം. ഈ രാത്രിയെങ്കിലും എനിക്ക് വേണ്ടി കുറച്ച് സമയം എനിക്ക് തന്നൂടെ?